CMR-ലെ ഡയറിയിലുള്ള പേരുകൾ കേന്ദ്രീകരിച്ചും ഇഡി അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. CMR-ലുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും അന്വേഷണ പരിധിയിലെന്ന് ഇഡി വ്യക്തമാക്കുന്നു. എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളിൽ മാത്രമല്ല അന്വേഷണമെന്നും ഇഡി വ്യക്തമാക്കുന്നു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, അപ്പോൾ ഇത് പിണറായി വിജയൻ, വീണ, തൈക്കണ്ടി എന്നിവർക്കെതിരെ മാത്രം നടക്കുന്ന ഒരു അന്വേഷണം എന്ന രൂപത്തിൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ CMR-ന്റെ ഡയറിയിൽ കണ്ട മറ്റു പേരുകളിലേക്കും ചുരുക്കപ്പേരുകൾ കണ്ട പേരുകളിലേക്കും അന്വേഷണം നീങ്ങും എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? എന്തൊക്കെയാണ് അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നുള്ളത് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് ഇഡി പറയുന്നത് എക്സാലോജിക്കുമായി CMR-ൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല തങ്ങൾ പരിശോധിക്കുന്നത്, മറിച്ച് മറ്റ് പ്രമുഖ നേതാക്കളും ആളുകളുമായിട്ടൊക്കെ, അതായത് പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ആളുകളുമായിട്ട് CMR-ൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നതെന്നുള്ളതാണ് ഇഡി പറയുന്നത്. ഒരേ സമയം 12 ഇടങ്ങളിലാണ് നൽകിയ സംഭാവന എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അങ്ങനെ 20,000 രൂപയിൽ അധികം പണമായി നൽകാൻ പറ്റില്ല. പക്ഷെ അത് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അങ്ങനെ സ്വീകരിച്ച നേതാക്കളുടെ ചുരുക്കപ്പേരാണ് ആ ഡയറിയിൽ ഉണ്ടായിരുന്നത്. അതിൽ PV, OC, RC എന്നൊക്കെയാണ്, PK എന്നൊക്കെയാണ് ഈ ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നത്. അതിലും ഒരു PV ഉണ്ട്. ആ PV ആരാണെന്ന് ആർക്കറിയാം എന്നാണ് അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നത്. പക്ഷേ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളിലേക്ക് കൂടി ചെല്ലുന്ന പേരുകളാണ് പിന്നെ കാണുന്ന ചുരുക്കപ്പേരുകൾ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ CPM ഇപ്പോൾ പറയുന്ന വാദവും നിൽക്കില്ല എന്നുകൂടിയാണ്. CPM-നെതിരെ മാത്രം നടക്കുന്ന ഒരു ഗൂഢാലോചന എന്നതിൽ കോൺഗ്രസിനെ കൂടി പ്രതി ചേർക്കുമ്പോൾ ഇതിൽ കോൺഗ്രസ് നേതാക്കൾ കൂടി കുരുക്കിലേക്ക് പോകുന്നു എന്ന് വേണമോ കരുതാൻ? സ്മൃതി, അതിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആ ഡയറിയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച വിവരം, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചുരുക്കപ്പേരുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ PV എന്നുള്ളത് നേരത്തെ പിണറായി വിജയൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദമാണ് നേരത്തെ നിലനിന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ PV-യും OC അടക്കം OC, RC എന്നുള്ള ചുരുക്കപ്പേരുകളാണ് ആ ഡയറിയിൽ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ ചുരുക്കപ്പേരുകൾ അത് അങ്ങനെ തന്നെയാണോ, ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ അത്തരത്തിൽ സംഭാവന വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഇഡി കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ആ റെയ്ഡ് എന്നുള്ളതാണ് നേരത്തെ വിവരം പുറത്തു വന്നിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, എക്സാലോജിക്കിന് പുറമെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി CMR-ൽ നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അതായത് ഈ എക്സാലോജിക്കിനെ സംബന്ധിച്ച് ഇഡി പറയുന്നത് യാതൊരുവിധ സേവനവും വാങ്ങാതെയാണ് എക്സാലോജിക് കമ്പനി, അതായത് വീണ വിജയന്റെ കമ്പനി 1.72 കോടിയുടെ അത്തരത്തിൽ പണം വാങ്ങിയെന്നുള്ളതാണ്. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ ഇഡി വ്യക്തമാക്കുന്ന കാര്യം ഈ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട്, അവരിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ നമുക്കറിയാം എക്സാലോജിക് കമ്പനി, അതായത് ബംഗളൂരുവിലെ ഓഫീസിൽ ഇഡിയുടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ ഇവിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം റെയ്ഡുകൾ നടത്തിക്കൊണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വീണ വിജയന്റെ മൊഴിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഇടങ്ങളിൽ കൂടി റെയ്ഡുകളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. അതിലൊന്ന് കളമശ്ശേരിയിലെ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ച് ഈട് പറയുന്നത് ശശിധരൻ കർത്തയുമായി അടുപ്പമുള്ളൊരു കമ്പനിയാണ്. ശശിധരൻ കർത്ത നേരത്തെ ഇത്തരത്തിൽ ഈ CMR-ൽ കമ്പനി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കരാർ ഒരു കമ്പനിക്ക് നൽകി